ഫാൻ ഓൺ ചെയ്യാമെങ്കിൽ മത്തായി വലത്തോട്ട്, ലൂക്ക ഇടത്തോട്ട്, മർക്കോസ് മുകളിലോട്ട്, യോഹന്നാൻ കുഴിയിലോട്ട്. കാരണം മൂടുപെട്ട കുടുംബത്തിൽ മൂടുള്ള ബൈബിൾ കാണുകയില്ല. വേറെ ചില കുടുംബങ്ങളിൽ പുതുപുത്തൻ ബൈബിൾ അച്ഛൻ എടുക്കുമ്പോഴാണ് സ്കെയിൽ കൊണ്ട് പല പേരും കീറേണ്ടി വരിക. വെച്ചിട്ടുണ്ട്, ഇതുവരെ വായിച്ചിട്ടില്ല. വേദപുസ്തകം കൊണ്ട് വായന കുറവ്. ഒരു വലിയ ഞാനും എൻ്റെ കൂടെ വലിയച്ഛനും കൂടെ ധ്യാനിപ്പിക്കാൻ ചെന്നു. ധ്യാനത്തിന്റെ 4-ാം ദിവസം വൈകുന്നേരം അച്ഛൻ്റെ ഇളയമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇളയമ്മ പറഞ്ഞു, ഓ 2 അച്ഛന്മാർ വന്ന ദിവസമല്ലേ, നമുക്ക് കർത്താവിന്റെ മാലാഖ ചൊല്ലിയിട്ട് പോട്ടയിലെ 2 പാട്ടും പാടിയിട്ട് ചക്കപ്പുഴുക്കും കോഴിക്കറിയും കൂടെ നമുക്ക് കഴിക്കാം. അച്ഛൻ പറഞ്ഞു, ഇതൊക്കെ ഞങ്ങൾ കഴിക്കുന്നതാ, അരമണിക്കൂർ ബൈബിൾ വായിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ അമ്മച്ചി പിന്നെയും പറഞ്ഞു, എന്നും ബൈബിൾ വായിക്കുന്ന 2 അച്ഛന്മാരെ കിട്ടിയ ദിവസം നമുക്ക് പാട്ട് പാടി കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. അച്ഛൻ നിർബന്ധിച്ചപ്പോൾ ഈ സ്ത്രീ മോനെ വിളിച്ചു, എടാ ടോമിച്ച ബൈബിൾ എടുത്തോണ്ട് പാടാന്ന് പറഞ്ഞു. എന്നും ബൈബിൾ വായിക്കുന്ന വീടാ. 2-3 മിനിറ്റ് തപ്പിയപ്പോഴാണ് ഈ ബൈബിൾ കിട്ടുന്നത്. അതങ്ങോട്ട് കൊണ്ടുവന്ന് അച്ഛനോട് കൊണ്ട് കൊടുത്തു. ഒന്ന് കുടഞ്ഞ പാടെ സദ്ദാം ഹുസൈന്റെ സൈന്യം പോലെ 8 കാലി ഇടത്തോട്ട്, പാറ്റ വലത്തോട്ട് ഒരു ഘോഷയാത്ര. ഒന്നുകൂടെ കുടഞ്ഞപ്പോൾ ബൈബിളിന്റെ കവറിനകത്തൊന്നും ഒരു മുക്കക്കണ്ണാടി ഫ്രെയിം പൊട്ടിയിട്ട് ചാക്കുകളോട് കെട്ടിയതാണ്. അത് കവറിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് പോകണം. ഈ കണ്ണട തെറിച്ച് പുറത്തേക്ക് പോയ പാടെ അമ്മച്ചി അച്ഛനൊരു സ്തുതി എന്നെ പറയാം, എന്റെ അച്ഛ ഈശോമിശിഹായി സ്തുതി ആയിരിക്കട്ടെ, 3 മാസമായിട്ട് കാണാതെ പോയ കണ്ണാടിയാന്ന് പറഞ്ഞു. അതെടുത്ത് മൊബൈലിലോട്ട് വെച്ചു. ബൈബിളുണ്ട് വായന കുറവ്, വേദപുസ്തകമുണ്ട് നമുക്ക് വായന കുറവ്. ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ഒന്നാമത്തെ മാറ്റം അന്ധകാരം മാറി പ്രകാശം ജനിക്കുന്നു. 2, വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നു. യോഹന്നാൻ 15:6-8 വരെ വാക്യങ്ങൾ. നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിന്നിട്ട് ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ഞാനത് സാധിച്ചു തരും എന്ന് പറഞ്ഞാൽ വചനം നമ്മൾ വായിച്ച് ധ്യാനിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലമുണ്ട്. ബൈബിൾ ഉള്ള വചനമേ പറഞ്ഞ് പ്രാർത്ഥിക്കാവൂ. ചിലർ സ്വന്തം വചനം ബൈബിൾ വാക്കി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട്. ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒരു പ്രായം ചെന്ന് അമ്മച്ചി പ്രാർത്ഥിച്ചു, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, എന്നെ ഉപ്പ് തിരിക്കുന്ന മരുമകളെ നീ ശരിക്കും വെള്ളം കുടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഈശോയുടെ വചനമല്ല, അമ്മച്ചിയുടെ വചനമാണ്. എങ്ങനെയാണ് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക? തന്റെ വചനം അയച്ച് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവെ, വിട്ടുമാറാത്ത ഈ തലവേദനയിൽ നിന്നും വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് സമാധാനമെന്ന് അരുളി ചെയ്ത കർത്താവെ, എന്റെ വീട്ടിൽ നഷ്ടപ്പെട്ട സമാധാനം വീണ്ടു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുക്കിലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത കർത്താവെ, എന്റെ രോഗം ബാധിച്ച ശരീരത്തിന് സാമ്പത്തിക തകർച്ചയുള്ള കുടുംബത്തിൽ ആശ്വാസം നൽകുവാൻ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് എനിക്ക് ആവശ്യമായതെല്ലാം നൽകുമെന്ന് അരുളി ചെയ്ത കർത്താവെ, സാമ്പത്തിക വിധിമുറുക്കത്തിൽ നിന്ന് കടബാധ്യതയിൽ നിന്ന് വിടുതൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക, ആ വചനം പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ തന്റെ വാഗ്ദാനങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുക. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ ദൈവത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പൊ നമ്മള് വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നു. 3, വചനം സാത്താനെതിരെയുള്ള ആയുധമാണ്. കർത്താവിന്റെ വചനം സാത്താനെതിരെയുള്ള ആയുധമാണ്. എന്താണ് സാത്താനെതിരെയുള്ള ആയുധം? മത്തായി സുവിശേഷം 4:1-12 വരെ വാക്യങ്ങളിൽ പിശാച് യേശുവിനെ മരുഭൂമിയിൽ പ്രലോഭിപ്പിച്ചു. അങ്ങനെ പ്രലോഭിപ്പിക്കുമ്പോൾ സാത്താൻ വചനം പറഞ്ഞാണ് യേശുവിനെ ടെംപ്റ്റ് ചെയ്യുന്നത്. 91-ാം സങ്കീർത്തനം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവത്തിന്റെ ഭക്തൻ മരമുകളിൽ നിന്ന് കീഴോട്ട് ചാടിയാൽ പരിക്ക് പറ്റാതെ അവന്റെ മാലാഖമാര് അവനെ താങ്ങൂന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ഒന്ന് ചാടിക്കേ. വചനം പറഞ്ഞ് യേശുവിനെ പ്രലോഭിപ്പിക്കുക. അപ്പോൾ യേശു എന്ത് ചെയ്തു? വചനം പറഞ്ഞുകൊണ്ട് സാത്താനെ തോൽപ്പിച്ചു. നിയമാവർത്തനം 8-ാം അധ്യായം പറഞ്ഞുകൊണ്ട് യേശു സാത്താനെ തോൽപ്പിക്കുന്നതായിട്ട് കാണാം. നമ്മൾ നിരന്തരം ബൈബിൾ വായിച്ച് ധ്യാനിച്ചാൽ പിശാചിന്റെ പ്രലോഭനങ്ങളെയും അവന്റെ തന്ത്രങ്ങളെയും തിരിച്ചറിയുവാനുള്ള ഒരു വലിയ ശക്തി വചനം വായിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്നു. പൈശാചിക തന്ത്രങ്ങള്, അന്ധകാരത്തിന്റെ ബന്ധനങ്ങള് തിരിച്ചറിയാനുള്ള ഒരു വലിയ ശക്തി വചനം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കളിയാണ് ക്രിക്കറ്റ് കളി. എല്ലാവർക്കും വലിയ ഹരവാണ്. പ്രായം ചെന്ന അമ്മച്ചിമാർ പോലും പണ്ട് ശതമാനം വരവേൽ അമ്പരാന്റെ അമ്മയെന്ന് ചൊല്ലുന്ന അമ്മ ഇന്ന് ചോദിക്കുന്നത് വിക്കറ്റ് പോയ റൺസ് എത്രയായി മക്കളെ എന്ന് ചോദിക്കുന്ന ഒരു കളിയുടെ കാലമാണ്. കൊച്ചു പിള്ളേർക്കും മറ്റു കളി കാണാൻ പാടും. ഒരു പ്രായമുള്ള വെല്ലമ്മച്ചി ടി വിയിൽ ഇങ്ങനെ ക്രിക്കറ്റ് കളി കാണുക. എന്താണെന്നൊരു പിടിയില്ല അമ്മച്ചിക്ക് കളി കണ്ടിട്ട്.
ഉച്ചയ്ക്ക് കെട്ടിപ്പടിക്കുന്ന മോൻ ഉണ്ണാൻ വന്നപ്പോൾ ഈ അമ്മച്ചി കെട്ടിപ്പടിക്കുന്ന കൊച്ചുമോനോട് പറയാ, എൻ്റെ മോനെ നമ്മുടെ ടി വി പെട്ടിക്കകത്ത് ഒരു പരിപാടി നടക്കുന്നു. അവർ ചെന്നെ അമ്മ ചോദിച്ചു, ഓ കണ്ണീച്ചോരില്ലാത്ത